ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ പല രീതിയിൽ വേഷപ്രച്ഛന്നരായിട്ട് വർഗീയത വരുന്നുണ്ട്. ഇപ്പോൾ ചില ടൂർ പ്രോഗ്രാമായിരിക്കും, അല്ലെങ്കിൽ തീർത്ഥാടനം എന്നായിരിക്കും പുറത്ത് കാണിക്കുന്ന പേര്, മുഖംമൂടി തീർത്ഥാടനമായിരിക്കും, പക്ഷേ ലക്ഷ്യം വർഗീയതയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വരുന്ന വർഗീയതയുണ്ട്. ആ വർഗീയതയെ തുറന്നു കാണിക്കേണ്ടത് വളരെ പ്രധാനമാണ്. വിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് വിശ്വാസിയായി തുടരാനും അവിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് അവിശ്വാസിയായി തുടരുന്നതിന് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി പാർട്ടി പോരാടും. അതാണ് പാർട്ടിയുടെ പരിപാടിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വിശ്വാസിക്ക് വിശ്വാസിയായി തുടരാം, അവിശ്വാസിക്ക് അയാളുടെ നിലപാടും ഉയർത്തിപ്പിടിക്കാം. ഇപ്പോൾ വിശ്വാസിക്കും പാർട്ടിയിൽ സ്ഥാനമുണ്ട്, അവിശ്വാസിക്കും പാർട്ടിയിൽ സ്ഥാനമുണ്ട്. എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? വിശ്വാസത്തിൻ്റെ മറവിൽ അന്യമത വിദ്വേഷവും വിദ്വേഷ പ്രചരണവും ജനങ്ങളെ ഭിന്നിപ്പിക്കലും ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആസൂത്രിതമായി നടക്കുന്ന ഘട്ടത്തിൽ ഒരു തീർത്ഥാടനം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒരു വർഗീയ അജണ്ടയുണ്ട് എന്നുള്ളത് സാധാരണ ജനങ്ങൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. വേഷപ്രച്ഛന്നമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വേഷപ്രച്ഛന്നമായി വരുന്ന വർഗീയതയെ തുറന്നു കാണിക്കാൻ അവരുടെ വർഗീയ മുഖംമൂടി അഴിച്ചു മാറ്റാൻ ഉള്ള എല്ലാ പരിശ്രമവും പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തും. അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം വ്യത്യസ്ത രൂപത്തിൽ വർഗീയ ശക്തികൾ നടത്തുന്നത്. അതിനെ ഞങ്ങൾ ശക്തമായി ചെറുക്കും, നന്നായി തുറന്നു കാണിക്കും. ജനങ്ങളെ വർഗീയതയും മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കും. ഒരു മതവിശ്വാസിക്ക് ഒരു കാരണവശാലും ഇതര മതവിഭാഗക്കാരോട് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും പാടില്ല. കാരണം മതവിശ്വാസത്തിൻ്റെ ഭാഗം ഇതര മത വിദ്വേഷമല്ല, ഇതര മതവിഭാഗങ്ങളോട് ഉൾപ്പെടെ അവരെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്ന ഒരു സമീപനം. അതാണ് എല്ലാ ഘട്ടത്തിലും മതവിശ്വാസികൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ കാര്യം മതവിശ്വാസികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പാരമ്പര്യമുണ്ട്, അത് നവോത്ഥാന പാരമ്പര്യമാണ്. ശ്രീനാരായണ ഗുരു മുതൽ ഇങ്ങോട്ടേക്ക് നവോത്ഥാന നായകർ ഉഴുതിമറിച്ച മണ്ണാണ് ഈ കേരളം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയിലൂടെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നതിലൂടെയെല്ലാം കേരളം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉഴുതുമറിക്കപ്പെട്ട മണ്ണാണ്. ആ നവോത്ഥാന പ്രസ്ഥാനം അടിസ്ഥാനപരമായി വർഗീയതക്ക്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനെതിരാണ്, സാഹോദര്യവും സ്നേഹവുമാണ് അത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതിന് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് BJPയും അതുപോലെ തന്നെ ന്യൂനപക്ഷ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവരും ഉയർത്തുന്ന വർഗീയ നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തമായ ജനകീയ പ്രതിരോധമായിട്ട് മാറും. അതുകൂടി ഈ ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്നുകൂടി പറയാം.